ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജ് അടുത്തിരിക്കുകയാണല്ലേ. ഓൾറെഡി സ്റ്റേജ് 1 കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് മുന്നിൽ പഠിക്കാനോ റെഫർ ചെയ്യാനോ ഒക്കെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. എല്ലാവരും ആ ഫേസ് 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ പഠിക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ പ്രിലിംസ് എക്സാമിൻ്റെ സ്റ്റേജ് 1നുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വരുന്ന ഫേസ് എഴുതാനിരിക്കുന്നവർക്കായിട്ട് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നോക്കാം. കഴിഞ്ഞ 10th പ്രിലിംസിന്റെ ഭരണഘടനാ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, സ്റ്റേറ്റ്മെന്റ് വായിക്കുക, ഒന്നും കൂടെ ചോദ്യം വായിക്കുക, പിന്നെ ഓപ്ഷൻ വായിക്കുക. ഇതായിരിക്കണം നമ്മളുടെ ഒരു ചോദ്യത്തിനോടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ചോദ്യം വായിച്ചു. നമ്മളോട് ചോദിച്ചു ശരിയായവയാണ്. 50-ൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശമില്ലായിരുന്നു. ശരിയാണ്. 1950-ൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക ചുമതലകൾ ഭരണഘടനയിലില്ല, മൗലിക ചുമതലകളെ കുറിച്ച് പറയുന്നുമില്ല. ഇനി, സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത്. അല്ല, സർക്കാരിയ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പഠിക്കാൻ നിയമിച്ച കമ്മിറ്റിയാണ് അല്ലെ. എന്നാൽ ഇത് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്ത ഏത് കമ്മിറ്റിന്റെ ശുപാർശ പ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഇനി 1976-ലെ 42-ാം ഭേദഗതിയിലൂടെ വർഷം നോക്കണം, ഭേദഗതി നമ്പർ നോക്കണം, കൂട്ടിച്ചേർത്ത മൗലിക കടമകളുടെ എണ്ണവും നോക്കണം. ഓക്കെ, എത്ര കടമകളാണ് കൂട്ടിച്ചേർത്ത? 10 മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തു. ശരിയാണ്. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചത് ശരിയായവയാണ് അല്ലെ. ഞാനിപ്പോ ചെയ്ത രീതി നോക്കണേ. ക്വസ്റ്റ്യൻ നോക്കുന്നു, സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നു, പിന്നെ ക്വസ്റ്റ്യൻ നോക്കുന്നു, പിന്നെ ഓപ്ഷനിലേക്ക് വരുന്നു. നോക്കാം. സ്റ്റേറ്റ്മെന്റിൽ നോക്കിക്കേ, 1ഉം 3ഉം ആണ് ശരി അല്ലെ. ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. നമുക്കറിയാം 1950 ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഭരണഘടനയിൽ മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇല്ല. ഓക്കെ, പിന്നെ 1976-ലെ 42-ാം ഭേദഗതിയിലൂടെയാണ് ഭാഗം 4A അല്ലെ, ഭാഗം 4A കൂട്ടിച്ചേർത്തു. അതിൽ ആർട്ടിക്കിൾ 51A 10 കടമകൾ കൂട്ടിച്ചേർക്കുന്നത്. എന്നാൽ നിലവിൽ എത്ര കടമകളാന്ന് ചോദിച്ചാലോ, 2002-ലെ 86-ാം ഭേദഗതിയിലൂടെ 11-ാം കടമ കൂട്ടിച്ചേർത്തു. 11-ാം കടമ എന്തിനെ കുറിച്ചാ പറയുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചാണ് അല്ലെ. അത് രക്ഷിതാക്കളുടെ കടമയാണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് അവസാനമായിട്ട് നമ്മുടെ മൗലിക കടമയിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിൻ്റെ അത് നോക്കേണ്ട മൗലിക കടമ മെയിൻ ആയിട്ട് നോക്കി വെക്കണം അടുത്ത എക്സാമിന് പോകുന്ന ആളുകൾ. ഇനി വേറൊരു സാധ്യതയും കൂടെ ഇതിൻ്റെ അത് ചോദ്യത്തിനുണ്ട്. ഈ 11 കടമകൾ ചോദിച്ചിട്ട് ഇതിൽ ഉൾപ്പെടാത്തത് ഏതാന്നൊക്കെ പേസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് 11 കടമകൾ പഠിച്ചു വെക്കാം. ആദ്യത്തെ കടമ പറയുന്നത് എന്താ? ബേസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ഭരണഘടനയെ അനുസരിക്കുക, ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ പതാക, ദേശീയ ചിഹ്നങ്ങൾ, ഇതൊക്കെ ബഹുമാനിക്കുക. ഓക്കെ, രണ്ടാമത്തെ പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയമായിട്ടുള്ള ആദർശങ്ങളും അവരുടെ ആശയങ്ങളും ഒക്കെ പിന്തുടരുക, അഹിംസ പോലുള്ള സംഭവങ്ങളൊക്കെ പിന്തുടരുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഏറ്റവും ബേസ് ആയിട്ടുള്ള ദേശീയ ഗാനം, ഗീതം, പതാക എന്നിവയൊക്കെ ബഹുമാനിക്കുക. രണ്ടാമത് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങൾ പിന്തുടരുക. മൂന്നാമത്തെ കടമ 3 കാര്യങ്ങളാന്ന് ഓർത്തു വെക്കുക. മൂന്നാമത്തെ കടമ പറയുന്നത് 3 കാര്യങ്ങൾ: രാഷ്ട്രത്തിന്റെ പരമാധികാരം, ഐക്യം, അഖണ്ഡത. മൂന്നാമത്തെ കടമ 3 കാര്യങ്ങൾ എന്തൊക്കെയാ? പരമാധികാരം, ഐക്യം, അഖണ്ഡത. പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാം. ഓക്കെ, നാലാമത്തെ കടമയാകുമ്പോൾ ഇത് നമ്മൾ പറയുന്നത് എങ്ങനെയാ? 51A ക്ലോസ് എ, പിന്നെ ഇത് 51A ക്ലോസ് ബി, ഇത് സി അല്ലെ, ഇത് ഡി. 51A ക്ലോസ് ഡി പറയുന്നത് രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡി ഫോർ ഡെഡിക്കേഷൻ ഓർമ്മിച്ച് വെക്കുക. ഡി ഫോർ ഡെഡിക്കേഷൻ, ഡെഡിക്കേറ്റഡ് ആയിട്ട് രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക. രാജ്യസേവനം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ രാജ്യത്തിന് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ സേവനം രാജ്യത്തിന് ആവശ്യമുള്ള സമയത്ത് അത് ചെയ്യുക. ഡെഡിക്കേറ്റഡ് ആയിട്ട് രാജ്യസേവനം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് നാലാമത്തെ കടമ. നാലാമത്തെ കടമ എന്ന് പറയുമ്പോൾ ഡി ഓർമ്മിച്ച് വെക്കുക. അടുത്തത് ഈ പറയുന്നത് വൈവിധ്യങ്ങൾ സംരക്ഷിക്കുകയാണ്. ഇനി മൊത്തം നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം ഞാൻ പറയുന്നില്ല, പക്ഷെ അതിന്റെ ഒരു ലോജിക്ക് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് ആശയം എന്നുള്ളത് അറിയണം.
ക്ലിയർ അല്ലേ? ഇതൊന്നും എന്തായാലും ഇത്രയും വലിയ പാരഗ്രാഫ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് വരില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതെന്താ സംഭവം എന്ന് പഠിച്ചു വയ്ക്കാം. എന്താ പറയുന്നത്, മതപരവും ഭാഷാപരവും പ്രാദേശികപരവും ഒക്കെ ആയിട്ടുള്ള വൈവിധ്യങ്ങൾ അല്ലെ, അതൊക്കെ അതീതമായിട്ട് ആളുകൾക്കിടയിൽ സൗഹാർദ്ദം ഉണ്ടാക്കുക, ഈ വൈവിധ്യങ്ങളെ മൊത്തം സംരക്ഷിക്കുക. അതാണ് 51A ക്ലോസ് ഇ പറയുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ, ലാസ്റ്റ് ഫസ്റ്റ് പറയുന്ന ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഭരണഘടന, ദേശീയ ഗാനം, ദേശീയ ഗീത, പതാക ഒക്കെ. രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങൾ. മൂന്നാമത്തെ കടമ പറയുന്നത് 3 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പരമാധികാരം, ഐക്യം, അഖണ്ഡത. നാലാമത്തെ കടമ ഡി ഫോർ ഡെഡിക്കേഷൻ അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെഡിക്കേറ്റഡ് ആയിട്ട് രാഷ്ട്രത്തിനെ കാത്തു സൂക്ഷിക്കുക, പിന്നെ വൈവിധ്യങ്ങൾ കാത്തു സൂക്ഷിക്കുക. പിന്നെ എഫ് പറയുന്നത്, നിങ്ങൾ എഫ് വേണേ എഫ് ഫോർ ഫാഷൻ എന്നൊക്കെ കണക്ട് ചെയ്തോ, നമ്മുടെ കൾച്ചർ അല്ലെ, നമ്മുടെ സംസ്കാരം കാത്തു സൂക്ഷിക്കുക, അതാണ് എഫിൽ പറയുന്നത്. ക്ലിയർ അല്ലേ? ജി വേണം ജി ഫോർ ഗ്രീൻ എന്നൊക്കെ കണക്ട് ചെയ്ത് വെച്ചോ. ജി ഫോർ ഗ്രീൻ എന്താ പറയുന്നത്? വനം, വന്യജീവി, പ്രകൃതി, പരിസ്ഥിതി, ഇതിനെയൊക്കെ സംരക്ഷിക്കാം. ക്ലിയർ അല്ലേ? ഇനി എച്ച് വേണം നിങ്ങൾ എച്ച് ഫോർ ഹൈറ്റ് എന്ന് ഓർമ്മിച്ച് വെച്ചോ. എച്ച് ഫോർ ഹൈറ്റ്, നമ്മളെ ഉയരത്തിൽ എത്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? നമ്മളെ ഉയരത്തിൽ എത്തിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള നമ്മുടെ പുരോഗതി അല്ലെ, നമ്മളെവിടെയുള്ള മാനവികതയും സൗഹൃദവും കാര്യങ്ങളൊക്കെ. അപ്പൊ ശാസ്ത്രീയമായിട്ടുള്ള പുരോഗതി, ഇപ്പൊ ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തു, അപ്പൊ ഇന്ത്യക്ക് എന്തായത്, അതൊരു പൊന്തൂവലുകൂടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ ശാസ്ത്രീയമായിട്ടുള്ള പുരോഗതിയൊക്കെ വളർത്തിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് 51A ക്ലോസ് എച്ച്. അപ്പൊ എച്ച് ഫോർ ഹൈറ്റ്, ഉയരത്തിൽ എത്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ശാസ്ത്രീയമായിട്ടുള്ള പുരോഗതി. അടുത്തത് ഐ അല്ലെ, എത്രാമത്തെ കടമ? 8ാമത്തെ കടമ പറയുന്നത് പൊതുമുതൽ കാത്തു സൂക്ഷിക്കുക, പൊതു സ്വത്ത് കാത്തു സൂക്ഷിക്കുക തുടങ്ങിയ കാര്യം. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഒന്ന് ദേശീയഗാനം, ഗീതം, പതാക അല്ലെ, അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങൾ. 3ാമത്തെ കടമ പരമാധികാരം, ഐക്യം, അഖണ്ഡത. 4ാമത്തെ കടമ എന്തായിരുന്നു പറയുന്നത്? ഡെഡിക്കേഷൻ അല്ലെ, സേവനത്തിന്റെ കാര്യം. പിന്നെ വൈവിധ്യങ്ങൾ കാത്തു സൂക്ഷിക്കുക, സംസ്കാരം കാത്തു സൂക്ഷിക്കുക, പിന്നെ വനം, വന്യജീവി, പരിസ്ഥിതി സംരക്ഷണം. ഉയരത്തിൽ എത്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ശാസ്ത്രീയമായ കാഴ്ചപ്പാട്, ഹ്യൂമാനിറ്റി, മാനവികതയൊക്കെ വളർത്തിയെടുക്കുക, പൊതു സ്വത്ത് കാത്തു സൂക്ഷിക്കുക. ഏറ്റവും ലാസ്റ്റ് പറയുന്നത്, അതായത് 10ാമത്തെ കടമയായിട്ട്, ഇത് നമ്മൾ 9ാമത്തെ കടമയാണ് അല്ലെ. 10ാമത്തെ കടമയായിട്ട് പറയുന്നത് രാഷ്ട്രത്തിന്റെ എല്ലാ മേഖലയിലും മികവ് കാട്ടി രാഷ്ട്രത്തിനെ ഉന്നതിയിൽ എത്തിക്കുക. ഓക്കെ, ലാസ്റ്റത്തെ കടമ, അതായത് കൂട്ടിച്ചേർത്ത സമയത്ത് 10ാമത്തെ കടമയായിട്ട് ഇവരെന്താ കൂട്ടിച്ചേർത്ത? എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കടമ കൂട്ടിച്ചേർത്ത്. എന്താ പറയുന്നത്? എല്ലാ മേഖലയിലും മികവ് കാട്ടി രാജ്യത്തെ ഉന്നതിയിൽ എത്തിക്കുക. 11ാമത്തെ കടമ നമുക്ക് പഠിക്കാതെ തന്നെ അറിയാം, വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ്. ക്ലിയർ അല്ലേ? അപ്പൊ കടമകള്, അതിന്റെ ആശയങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പൊ ഇതിൽ ഏതാണ് ഉൾപ്പെടുത്താത്തത്? പൗരന്മാര് നികുതി അടയ്ക്കുക നമ്മുടെ മൗലിക കടമയിൽ വരുന്ന കാര്യമാണോ? അല്ല, കടമയാണ്, പക്ഷെ എന്തല്ല, മൗലിക കടമയല്ല. അത് ഓർത്തു വയ്ക്കാം. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. നമ്മുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത് വന്ദേ മാതരാണ്. ദേശീയ ഗാനം നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്, ജനഗണമനയാണ്. ദേശീയ ഗീതം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന് പറഞ്ഞിട്ടൊരു നോവലിനാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി ആനന്ദമഠം നോവൽ ഏത് ഭാഷയായിരുന്നു? ഹിന്ദി ഭാഷയാണോ? അല്ല, ബംഗാളി ഭാഷയിലാണ്. അപ്പൊ ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. ഒന്നും ഉയർന്നതാണെന്നോ താഴ്ന്നതാണെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. ദേശീയ ഗാനവും ഗീതവും തുല്യ പദവിയാണ്. രണ്ടിനും അംഗീകാരം കൊടുത്ത ഒരേ ദിവസമാണ് താൻ അല്ലെ. അപ്പൊ ഇതിൽ നമ്മളോട് ചോദിച്ചത് ശരിയായവ ഏതാണ്? ഇതിനകത്ത് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി 1, 3. ക്ലിയർ അല്ലേ? അപ്പൊ ദേശീയ ഗാനം, ദേശീയ ഗീതം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് പോയിട്ടൊന്ന് കണ്ടു നോക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്, മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് നിലവിൽ വന്നത്. ശരിയാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ശരിയാണ്. 1993 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു. 1993 വരുന്നത്, പക്ഷെ ഡേറ്റ് തെറ്റാണ്. ഒക്ടോബർ 12 ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കണം, ഡിസംബർ 10 പ്രത്യേകത എന്താ? മനുഷ്യാവകാശ ദിനാണ്. ഏത് മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ 10 എന്ന് പറയുന്നത്. അതായത് 1948 ഡിസംബർ 10 സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം, UN-ന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത്. ഈ ഡിസംബർ 10 നമ്മൾ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിലവിൽ വന്നിട്ടുള്ളത്, അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് 93 തന്നെയാണ്, പക്ഷെ ഒക്ടോബർ 12. ഇനി ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ശരിയാണ്. നമ്മളോട് ഇവിടെ ചോദിച്ചത് ശരിയായവയാണ് 1, 2, 4 അല്ലെ. ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏത്? കുറച്ചും കൂടെ സുഖമാണ്. നമുക്ക് 25 മുതൽ 28 വരെ എന്നുള്ള അവിടെ തന്നിട്ടുണ്ട്. മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതെന്നാ ചോദിക്കുന്നത്. നോക്കാം നമുക്ക്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. അതാണ് എന്തിൽ പറയുന്നത്? ആർട്ടിക്കിൾ 25 പറയുന്നത് അല്ലെ. ഇനി മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനും, അതായത് സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സംഘടനകൾ ആരംഭിക്കാനും ഒക്കെ ആർക്ക് അധികാരമുണ്ട്? മത സ്ഥാപനങ്ങൾക്ക് അധികാരമുണ്ട്, അവകാശം കൊടുക്കുന്നുണ്ട് അല്ലെ. മൗലികാവകാശമായിട്ടാണ് കൊടുക്കുന്നത്. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 26 പ്രകാരം. അടുത്തത്, ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 28 ക്ലോസ് 1 ഈ കാര്യം പറയുന്നത്. ഇനി ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. ന്യൂനപക്ഷങ്ങളുടെ അവകാശം മതസ്വാതന്ത്ര്യത്തിലല്ല പറയുന്നത്. ആർട്ടിക്കിൾ 29 to 30, അതായത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് സാംസ്കാരികവും വിദ്യാഭ്യാസപരവും എന്നിട്ടുള്ള അവകാശം എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള അവകാശമാണ്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശമാണ്. അപ്പൊ ഈ കാര്യം എവിടെ പറയുന്നില്ല? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ളതിൽ, അതായത് മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശത്തിൽ പറയുന്നില്ല. നമ്മളോട് ചോദിച്ചത് ഇതിൽ പെടാത്തത് ഏത് എന്നാണ്. ഏതാണ് ഇതിൻ്റെ അകത്ത് പെടാത്തത്? നമുക്കറിയാം, ഓപ്ഷൻ ഡി 4. ക്ലിയർ അല്ലേ? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത് ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെയാണ്. ആർട്ടിക്കിൾ 25 എന്താ പറയുന്നത്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം. നമുക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ മതം സ്വീകരിക്കണമെന്നോ അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കണമെന്നോ നിർബന്ധം പറയുന്നില്ല. ഇവിടെ മതം സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, മതം മാറാം, എല്ലാം ലീഗലാണ്. നമുക്കൊരു ഔദ്യോഗിക മതമില്ല അല്ലെ. ഇനി ആർട്ടിക്കിൾ 26 പറയുന്നതോ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം. എന്തൊക്കെ ഈ മതപരമായ കാര്യങ്ങൾ? ഈ മതസ്ഥാപനങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് സ്ഥലം വാങ്ങാം, വിൽക്കാം. ഇപ്പൊ ആരാധനാലയങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരു അമ്പലത്തിനോ പള്ളിക്കോ വേണ്ടിയിട്ട് സ്ഥലം വാങ്ങാം, വിൽക്കാം, അതൊക്കെ ചെയ്യാം. പിന്നെ അതേപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആംബുലൻസുകൾ, പിന്നെ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ മതസ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. അതിന് അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 26. ഇനി ആർട്ടിക്കിൾ 27 പറയുന്നോ മതപരമായ കാര്യങ്ങളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 27. മതപരമായ കാര്യങ്ങൾ, അതായത് മതപരമായിട്ടുള്ള ചെലവുകൾ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മതപരമായിട്ടുള്ള ചെലവുകൾക്ക് അല്ലെങ്കിൽ മതം ഉപയോഗിക്കുന്ന പണത്തിന് നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ആർട്ടിക്കിൾ 28 പറയുന്നതോ മതപഠനത്തിനെ കുറിച്ചാണ് അല്ലെ. സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതം പഠനം പാടില്ല എന്നൊക്കെ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 28. ഓർമ്മിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത്? വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. ശരിയാണ്. രാജസ്ഥാനിലെ മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. ശരിയാണ്. ജൂൺ 15 പാസ്സാക്കുകയും ചെയ്തു. ഒക്ടോബർ 12 നിലവിൽ വരികയും ചെയ്തു. ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക കേട്ടോ. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. ശരിയാണ്. മസ്തൂർ കിസാൻ ശക്തി സംഘം എന്ന സംഘടനയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നേതൃത്വം നൽകിയത്. പിന്നെ 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി 1, 2 പിന്നെ 3 മുഴുവനും ശരിയാണ്. അടുത്തത്, 2004 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ചാടിക്കേറി വയനാട് നോക്കരുത്. അപ്പം വയനാട് നമുക്കറിയാം അതെന്താണ്? ലോകസഭാ മണ്ഡലം. ഇവിടെ ചോദിച്ച ഏതാ? നിയമസഭാ മണ്ഡലങ്ങളാണ്. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് പാലക്കാടും ചേലക്കരയാണ്. നമുക്കറിയാവുന്നതാണ് അല്ലെ. കുറെ ദിവസം വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. അത്യാവശ്യം പേപ്പർ ഒന്ന് ഓടിച്ച് വായിച്ചവനാണെങ്കിലും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരൊന്ന് വാർത്ത കേട്ടിട്ടുള്ളവരാണെങ്കിൽ പോലും ഇതെന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റുന്നതാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അശ്രദ്ധ മൂലം വയനാട്ടിലേക്ക് പോകരുത് അല്ലെ. വയനാട്ടിലേക്ക് പോകരുതെന്ന ഉദ്ദേശം എന്താണ്? വയനാട്ട് പറഞ്ഞിട്ടുള്ളത് ലോക്സഭാ മണ്ഡലമാണ്. ഇവിടെ ചോദിച്ചത് നിയമസഭാ മണ്ഡലമാണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്ത് കഴിഞ്ഞു? ഇതിൽ ഒരു ചോദ്യം കൂടി എനിക്ക് തോന്നുന്നു ഞാൻ ആഡ് ചെയ്യാൻ വിട്ട ഒരു ചോദ്യമുണ്ട് ഇതിൻ്റെ അകത്ത്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു.
കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ് വരുന്നത്? കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. ഇനി രാജ്യസഭാ സീറ്റ് ചോദിക്കുകയാണെങ്കിൽ 9 രാജ്യസഭാ സീറ്റാണ് ഉള്ളത്. ഇനി കേരളത്തിൽ എത്ര പാർലമെന്റ് സീറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പാർലമെന്റ് സീറ്റാ? 20 + 9, മൊത്തം പാർലമെന്റിലേക്ക് 29 സീറ്റാണ് ഉള്ളത്. ഓർമ്മിച്ചു വെക്കുക കേട്ടോ. അപ്പം കഴിഞ്ഞ പ്രിലിംസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഭരണഘടനാ ചോദ്യങ്ങൾ മൊത്തം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് അത് നോക്കുക. അത് മാത്രമല്ല മറ്റ് ടോപ്പിക്സും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് തന്നെ നിങ്ങൾ റെഫർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു 3-4 മാർക്കെങ്കിലും എക്സ്ട്രാ കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുക്കുക. മാത്സ് ഒക്കെ ചെയ്യാനുള്ള സമയം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള ഇപ്പോഴേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക്